ഇതൊക്കെയാണ് നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ. അപ്പൊ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അച്ചായി കുട്ടും ഒക്കെ കൂടെയാണ്. അപ്പൊ കുട്ടു എന്തായി, സെറ്റായോ? കഴിയാറാവുന്നു. ഇത് ആന്റിയാണ്. ആന്റി എന്തായി, അഭിപ്രായം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അടിപൊളിയായിട്ട് ഇല്ല, മടുത്തൊന്നുമില്ല. അടിപൊളിയായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കാം. ഓക്കെ. അപ്പൊ ഇപ്പം ചെയ്ത് തീർത്തിരിക്കുന്നതാണ് ഇതൊക്കെ കാണുന്നത്. ഇത് ഇപ്പൊ ഇത്രയും ആക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും ഓരോരോ പരിപാടിയിലാണ് കേട്ടോ. ഇപ്പൊ ഞാനാണെങ്കിലും കുട്ടുവാണെങ്കിലും അച്ചായാണെങ്കിലും അമ്മയാണെങ്കിലും ആന്റി ആണെങ്കിലും ആന്റിയുടെ മോനും ആന്റിയുടെ ഹസ്ബൻഡും എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഓരോരോ തിരക്കുകളിലാണ്. പിന്നെ അച്ഛന്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. അവരും വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വന്നിട്ട് നമ്മളെ സഹായിച്ചു. പിന്നെ കറണ്ട് ഒക്കെ പോകും. കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റർ വേണം. അപ്പൊ ജനറേറ്റർ കണക്ട് ചെയ്യണമെങ്കിൽ അതിന്റെ വയറും കാര്യങ്ങളൊക്കെ വരയ്ക്കണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് അച്ഛൻ ഏർപ്പെട്ടിരിക്കുന്നത്. പിന്നെ അച്ഛന്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് സഹായിച്ചു നമ്മളെ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ ബലൂൺ വീർപ്പിക്കും. ഈ ബലൂൺ വീർപ്പിക്കലും കെട്ടുന്നത് തന്നെയാണ് കേട്ടോ ഒരുപാട് സമയം എടുക്കുന്നത്. അപ്പൊ അതങ്ങനെ ഒരാള് വീർപ്പിക്കാൻ നിൽക്കുന്നു, ഞങ്ങൾ രണ്ടുപേരോട് അത് കെട്ടാൻ നിൽക്കുന്നു, അങ്ങനെയുള്ള പരിപാടി. പിന്നെ ഇതിപ്പോ ആന്റിയുടെ മോനാണ്. അവന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ബലൂണൊക്കെ ഒന്ന് മുകൾ ഭാഗത്ത് ഒന്ന് കെട്ടണമല്ലോ. അപ്പൊ അത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കിയിട്ട് അവനെ ഏണിയിൽ കയറ്റിയിട്ട് അതൊക്കെ വെപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് ഒരു താങ്ങിന് വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. എണി പിടിക്കണമല്ലോ, അവൻ വീണാലോ. അപ്പൊ അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് കേട്ടോ. നമ്മള് എല്ലാം എന്തായാലും എല്ലാം നമ്മൾ ചെറിയ രീതിയിലാണ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറെ സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ദീക്ഷത്തിന്റെ ചില അക്ഷരങ്ങളൊക്കെ മിസ്സായി പോയിരുന്നു. അപ്പൊ അത് കുട്ടു റെഡിയാക്കുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മുടെ ഫംഗ്ഷനിലേക്ക് കിടക്കുകയാണ്. ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ അവസാനത്തെ ആ ഒരു നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തതിന്റെ ആ ഒരു അവസാനം. നല്ല രസമാണ്, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷമൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ നമ്മളിന പിരിയുക വയ്യാതൊന്നു ചേർന്നില്ലേ, തമ്മിലറിയുന്നേ വാക്കുതിരയാതെ കണ്ണുകളും ഒരു ചെറു ചിരിയാൽ ഇന്നു മിണ്ടുന്നേ. കിനാവിൻ 100 മോഹങ്ങൾ നിനക്കായി കാത്തുവെച്ചു ഞാൻ, തുടിക്കും നെഞ്ചിലായി നിന്റെ മുമ്പും പൊന്നിലാവേവാ, പറന്നേറാം നമുക്കായി നാം ഒരുക്കും പിന്നിലാകേവാ.
പതിവായി നീ എന്നെന്നും ഈ നിറയുന്നു നിലവാകെ പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ നിലാവേ പെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി നീ വാ തുടിക്കും നെഞ്ചിലായി നിന്നെ മൂടും പൊന്നിലാവേ വാ പറന്നേറാൻ നോക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ ജീവൻ ഏതോ കാലക്കേടില്ലാണോ ലോല വായോ പോകാം ലോകം കാണാം ഹൃദയം പൊട്ടി വഴിയും തെറ്റി വിടത്തി സിറ്റി നടുവിൽ ചുറ്റി അടിയും പൊട്ടി പണിയേറ്റി ഒരു പൂ തരാമോ ഒരു കായ് തരാമോ പഞ്ചാബി ಸಖತ್ತಾಗವಳೆ ಸುಮ್ನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಖತ್ತಾಗವಳೆ ಸುಮ್ನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಕ್ಕರೆ ನನ್ನ ತಂದೆ ಸಖತ್ತಾಗವಳೆ ಹಿನ್ನಲೆ ಅಂದ್ರೆ ಯಾಕೋ ಸುಮ್ನೆ ನಗ್ತಾಳೆ ಕಣ್ಣಲೆ ಕಣ್ಣು ಇಟ್ಟು ಕದ್ದು ನೋಡ್ತಾಳೆ ಕೊಟ್ಟರೆ ಶುರುವಾಯಿತು ನನಗೆ ಲಬ್ಬು 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 ಸಖತ್ತಾಗವಳೆ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ ಕದ್ದು ನೋಡ್ತಾಳೆ ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ ಸಕ್ಕರೆ ನನ್ನ ಸಖತ್ತಾಗವಳೆ ಹಿನ್ನಲೆ ಅಂದ್ರೆ ಯಾಕೋ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ ഹലോ. അപ്പൊ അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ദക്ഷബേബിയുടെ 3ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്കത് ആഘോഷിക്കാനായിട്ട് സാധിച്ചു. പിന്നെ കുട്ടുവാണ് എല്ലാം, മീൻസ് നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും അല്ലേ, നന്ദി പറയണം. അപ്പൊ കുട്ടുവാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ ഡെക്കറേഷൻ പരിപാടികളും ഫുള്ളും കുട്ടും അച്ചായും കൂടെ ചേർന്നിട്ടാണ് എല്ലാം ചെയ്തത്. പിന്നെ ആന്റി ഉണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കാണ് ആന്റിയൊക്കെ വന്നത്. എന്ന് വെച്ചാൽ അച്ഛന്റെ പെങ്ങളാണ്. അപ്പൊ ആന്റി വന്നു. ആന്റിയൊക്കെ വന്നിട്ട് പിന്നെ എല്ലാം റെഡിയാക്കി. എന്നാലും നമ്മള് വീട്ടുകാർ മാത്രമാണ് എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാം ഡിസൈനൊക്കെ ചെയ്ത് അല്ലെ, ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ മാത്രമാണ്. പക്ഷെ എങ്കിലും നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എല്ലാം തീർത്ത് എല്ലാം സെറ്റാക്കി. ആന്റിക്ക് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ?
എല്ലാ ഭംഗിയായിട്ട് തന്നെ നടന്നു. ഞങ്ങൾ നല്ലതായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. ഇനി എന്താ പോകുന്നേ? നാളെ പോണോന്നാണ്. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളുക.